വെക്കോ. ആ ആയിക്കോട്ടെ മാഡം. ശരി. ആ, ഉം, ഉം. എന്റെ അമ്മേ. ഉം. ഹലോ. ഹലോ. പറഞ്ഞോ അച്ഛാ. എന്താ മോളെ, അവിടെ എത്തിയ ഉടനെ വിളിക്കണമെന്ന് പറഞ്ഞല്ലേ? എന്തേ മോളെ വിളിക്കാഞ്ഞേ? ഇതെന്ത് സ്വഭാവമാ? അതല്ല അച്ഛാ, രാത്രി മുഴുവൻ ട്രാവൽ ചെയ്തിട്ട് നല്ല ക്ഷീണമുണ്ട്. രാവിലെ വന്ന് ടിഫിൻ കഴിച്ചിട്ട് വന്ന് കിടന്നതേ ഉള്ളൂ. ഓ അങ്ങനെയാണോ? ഉം. ശരി എന്നാ. മോളെ അവിടെ സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ഞാനവിടെ വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്താം കേട്ടോ. ഞാൻ അവിടെ എത്തുന്നിടം വരെ മോൾ എങ്ങോട്ടും പോരുത്, മനസ്സിലായോ? മനസ്സിലായി. ശരി എന്നാ. മോള് ടയർഡാണെന്നല്ലേ പറഞ്ഞേ? എന്നാ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ. ബൈ മോളെ. ശരി അച്ഛാ, ബൈ. ചേട്ടനോ? അതെ ചേട്ടാ, പറയട്ടാ. എന്താ രാജു, നീ എന്താ ഇപ്പൊ അവിടെ ചെയ്യുന്നേ? ചേട്ടാ, ഞാൻ ഇപ്പോഴാണ് മാർക്കറ്റിൽ പോയിട്ട് വന്നത്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് ശരി. ഇപ്പൊ നിന്റെ അടുത്താരും ഇല്ലല്ലോ അല്ലേ? എൻ്റെ അടുത്ത് ആരുമില്ല ചേട്ടാ. അതെയോ? എന്നാ ശരി. എനിക്ക് നീ ഒരു ചെറിയ സഹായം ചെയ്യണമല്ലോ. എന്താ ചേട്ടാ ഇത്? നാട്ടിൽ തന്നെ വലിയൊരാള്, വലിയ പണക്കാരൻ. ഞാനെങ്ങനെയാ ചേട്ടാ ചേട്ടനെ സഹായിക്കുന്നത്? അങ്ങനെയല്ലടാ, ഞാൻ എത്ര വലിയ പണക്കാരനായാലും ശരി, എന്നെ കൊണ്ട് ചെയ്യാനാവാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിന്റെ പണം ഇല്ലേ പോലും നിന്നെ കൊണ്ട് ഈ ജോലി ശരിക്കും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് നിന്നോട് സഹായം ചോദിച്ചു വരുന്നേ. ശരിയെന്ന് ചേട്ടൻ പറഞ്ഞു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചെയ്യാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ കാര്യം നിന്നെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് നീ അത് വളരെ വൃത്തിയായിട്ട് വേണം ചെയ്യാൻ. നീ ഈ ജോലി എനിക്ക് ചെയ്തു തരുന്ന നീ സത്യം ചെയ്തേ പറ്റൂ. എന്താ ചേട്ടാ ഇത്? അതെന്ത് ജോലിയെന്നറിയാതെ ഞാൻ എങ്ങനെ സത്യം ചെയ്യും? ദേ നോക്കിയേ, എന്നോട് കൊനിഷ്ഠ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. നിന്നെ കൊണ്ട് ആ ജോലി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റൂ. നീ അതെനിക്ക് ചെയ്തു തരുമെന്ന് സത്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്താ ചേട്ടാ ഇത്? ആദ്യം ജോലി എന്താണെന്ന് പറയേ. ആട്ടെ, എന്റെ മോളെവിടെയാ? മാഡം അകത്ത് റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ചേട്ടാ. അത് ശരി. അപ്പൊ നീ കിച്ചണിൽ നിന്നോണ്ടാണോ സംസാരിക്കുന്നേ? അതെ ചേട്ടാ. എന്നാലേ നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കേ. നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നേ എന്റെ മോള് കേൾക്കാൻ പാടില്ല. ശരി ചേട്ടാ. ചേട്ടാ, ഞാനിപ്പോ പുറത്തേക്ക് വന്നു. ഇനി പറഞ്ഞോ. ഡാ, നീ എന്റെ മകളെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക്. എന്താ പറഞ്ഞേ? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതേടാ, നീ എന്റെ മോളെ എങ്ങനെങ്കിലും തട്ടിക്കളഞ്ഞേക്ക്. നീ ജോലി ചെയ്തു തീർത്താലേ നിനക്ക് ഞാൻ 10 ലക്ഷം രൂപ തരാം. ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിനക്ക് അതിശയം തോന്നുന്നുണ്ടാവും. എന്താ ചെയ്യാ? എന്റെ മോളെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുത്തനായിട്ട് സ്നേഹത്തിലായിരുന്നു. ഇപ്പൊ അവര് രണ്ടുപേരും കൂടെ കല്യാണം കഴിക്കാനൊരു പ്ലാൻ ഇട്ടിരിക്കുക. ആ ചെക്കനെ ആയിരുന്നു ഞാൻ തട്ടിക്കളയേണ്ടത്. പക്ഷെ അവന്റെ സമയം നല്ലതായിരുന്നു. അവനിപ്പോ എന്തോ ജോലിയുടെ ആവശ്യത്തിന് വിദേശത്ത് പോയിരിക്കുക. അവനെ കല്യാണം കഴിച്ചിട്ട് എന്റെ മോളും വിദേശത്തേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഇതുപോലുള്ള കാര്യത്തിനോട് ഒരു താല്പര്യവും. ആ ചെക്കനുമായിട്ട് സംസാരിച്ച് കല്യാണം കഴിപ്പിച്ച് തരാമെന്നും പറഞ്ഞാ എന്റെ മോളെ ഞാൻ ആ ഫാം ഹൗസിലേക്ക് അയച്ചത്. അവളിപ്പോ ഞാൻ അവിടെ എത്തുമെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ അവളെ കൊല്ലാനാണ് അങ്ങോട്ട് അയച്ചതെന്ന് അവക്ക് അറിയില്ല. അതുകൊണ്ട് നീ ആ ജോലി അങ്ങോട്ട് ചെയ്തു തീർത്താലേ നിന്റെ അക്കൗണ്ടിൽ 10 ലക്ഷം രൂപ വന്ന് വീഴും. ഒരു പക്ഷേ ഇത് പുറത്തറിഞ്ഞ് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീ ജയിലിൽ പോയാൽ തന്നെ എത്ര വേണേലും ചെലവ് ചെയ്ത് ഞാൻ നിന്നെ പുറത്തിറക്കും. മനസ്സിലായോ? എന്താ ചേട്ടാ ഇത്? കൊല്ലാൻ പറയുന്നു, പോലീസ് അത് ഇതെന്നൊക്കെ പറയുന്നു.
ഏതോ ചെറിയ കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചേ. ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യം എനിക്കില്ല ചേട്ടാ. ഡാ ഇത് നിന്നെ കൊണ്ടേ ചെയ്യാൻ സാധിക്കൂ, അതുകൊണ്ടാ നിന്നോട് പറയുന്നേ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. നിനക്ക് ഈ 10 ലക്ഷം മതിയാവുന്നില്ല പറഞ്ഞോ, അതിന്റെ ഇരട്ടി ഞാൻ നിനക്ക് തരാം. പക്ഷെ എന്റെ മോള് ജീവനോടെ ഇരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കേട്ടാ, ഇതുപോലുള്ള കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഡാ നീ അല്ലെങ്കിൽ വേറൊരുത്തനെ വെച്ച് ഈ ജോലി ഞാൻ ചെയ്യിപ്പിച്ചെടുക്കും. നീ ചെറുപ്പം തൊട്ട് എന്റെ അടുത്ത് ജോലി ചെയ്യല്ലേ, ആ കാശ് നിനക്ക് ഇരിക്കട്ടെന്ന് വിചാരിച്ചാ നിന്നോട് പറഞ്ഞേ. എടാ രാജു, നിനക്ക് ഞാൻ വൈകുന്നേരം വരെ സമയം തരാം. നന്നായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറ. എന്താ ഓക്കേ അല്ലേ? പക്ഷെ ഈ കാര്യം എന്റെ മകള് മാത്രം അറിയാൻ പാടില്ല. അയ്യോ. പക്ഷെ ഈ കാര്യം അവൾ അറിഞ്ഞ നിന്റെ കാര്യം പോക്ക. മനസ്സിലായോ? ആ. രാജു, ഉം? ഭക്ഷണം ഉണ്ടാക്കിയോ? ആ, എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. വിശക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ എടുത്തോണ്ട് വരാം. ആ, വേഗം ഒന്ന് എടുത്തോണ്ട് വരുമോ രാജു? ഫ്രഷപ്പ് ആയിട്ട് വന്നപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. ആ, ശരി എടുത്തോണ്ട് മാഡം, വരണേ. ഞാൻ എടുത്തോണ്ട് വരാം. ഉം. 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 ഇതാ മാഡം, ആ. കഴിക്കേ. ഉം. വൗ! ഭക്ഷണം നല്ല ടേസ്റ്റാണ് രാജു. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റിന്റെ കാര്യം പറഞ്ഞറിയിക്കാൻ വയ്യ. വളരെ നന്ദി മാഡം. മാഡം കഴിക്കേ.